ഈ ക്യാമ്പസിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നുള്ളത്, നൂറിലേക്ക് മാടന്നൂരില്. വലിയ ലോകം കഴിഞ്ഞ് വീണ്ടും തിരിച്ചൊരു ഹോസ്റ്റലുള്ള സ്ഥാപനത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത്, ഈ ഒരു അനുഭവത്തെ എങ്ങനെയാണ് കാണുന്നത്? മാഷാ അല്ലാ, വന്നപ്പോൾ തന്നെ ഞാൻ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാം. ഉറുദി പറയുന്നത്, ഹോസ്റ്റലിന് അടി കൊള്ളുന്നത്, ഉപ്പ കാണാൻ വേണ്ടി വരുന്നത്. കാണാനുണ്ടായിരുന്ന എന്നെ, അതിന്റെ ആ ഒരു കുട്ടിത്തത്തെ ഞാൻ അവരുടെ കണ്ണിലൂടെ കാണാൻ പറ്റി. എനിക്ക് സാബിയുടെ ജീവിതം എഴുതാൻ മാത്രമുള്ള അനുഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കുറെ പബ്ലിഷേഴ്സ് ഒക്കെ എന്നോട് പറഞ്ഞു എന്തായാലും നമ്മൾ സപ്പോർട്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. അപ്പൊ സാബി, നമ്മുടെ നൂറുലുദയിലേക്ക് സ്വാഗതം. അൽഹംദുലില്ലാഹ്, ഞങ്ങളെ 11ാമത്തെ വർഷമാണ് സ്ഥാപനം തുടങ്ങിയിട്ട്. ഇവിടെ വന്നു, ക്യാമ്പസ് ഒക്കെ കണ്ട്, എന്ത് തോന്നുന്നു? മാഷാ അല്ലാ, ഈ ക്യാമ്പസിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നുള്ളത്, നൂറിലേക്ക് മാടന്നൂരില്. മാഷാ അല്ലാ, വന്നപ്പോൾ തന്നെ ഞാൻ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നിങ്ങളെ ക്യാമ്പസ് ആണെങ്കിലും നിങ്ങളെ സ്റ്റുഡൻസ് ആണെങ്കിലൊക്കെ ഭയങ്കര ഒരു വൈബ്രന്റ് സ്റ്റുഡൻസ് ആണ്. എല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ട്, നല്ല എനർജറ്റിക് ആയിട്ട്, എല്ലാവരുടെ ആ ഒരു പൊതുവെ ഇവിടെ വന്ന ഗസ്റ്റുകളൊക്കെ തരുന്ന ഒരു ഫീഡ്ബാക്ക് അതാണ്. നല്ല എനർജറ്റിക് ആണ്, വൈബ്രന്റ് ആണ്. മാഷാ അല്ലാ, തീർച്ചയായിട്ടും അത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. ഞാൻ ഇവരായിട്ട് 1.5 മണിക്കൂർ ഇന്ററാക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം വന്നത് മുതൽ എൻ്റെ വരെ എല്ലാവരുടെ ആ ഒരു മുഖത്ത് ആ ഒരു ഇതുണ്ടായിരുന്നു. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു മടുപ്പ് വരും, ക്ഷീണം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവര് എല്ലാവരും ഭയങ്കര ആക്റ്റീവ് സെഷൻ ത്രൂ ഔട്ട്. അതന്നെ മാഷാ അല്ലാ, മാഷാ അല്ലാ. നല്ലൊരു ക്യാമ്പസ്, നല്ലൊരു സൗകര്യം. ഈ ഒരു 11 വർഷമായിട്ട് ഈ നിലയിൽ എത്തുന്ന ഒരിക്കലും തോന്നില്ല കേട്ടോ. കാരണം ഈ ചെറിയ സമയം കൊണ്ട് ഇത്രയും വലിയ വിശാലമായ ഒരു ക്യാമ്പസ്, നല്ലൊരു സൗകര്യം. അതുപോലെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് 100 പതാകകൾ. ഞങ്ങളെ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സാധാരണ പതാക ഉയർത്തിയിട്ടാണല്ലോ ഉദ്ഘാടനം ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വെച്ചാല്, മുഷാവറ മെമ്പർമാരടക്കമുള്ള വലിയ ആലിമ്യങ്ങള്, സയ്യിദന്മാര്, ഉമറാക്കള് 100 ആളുകളെ സെലക്ട് ചെയ്തു. 100 പതാക ഉയർത്തിയിട്ടാണ് സമ്മേളനത്തിന്റെ തുടക്കം. അതായത് 100ാം വാർഷികത്തിന്റെ ഒരു പ്രചരണവുമായി നമ്മളെ സമ്മേളനത്തിന്റെ തുടക്കമായി ആ രീതിയിൽ നടത്തിയതാണ്. ഗംഭീരമായിരുന്നു. നല്ലൊരു പ്രചരണം. നിങ്ങളുടെ പരിപാടി ഉണ്ടായിരുന്നല്ലോ, നമ്മളെ 10ാം വാർഷിക പരിപാടിയുടെ ഉദ്ഘാടനം. നല്ലൊരു ക്യാമ്പസ് കേട്ടോ. ശരിക്കും ഇങ്ങനെ കർണാടകയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല ഒരു ഇസ്ലാമിക് റെസിഡൻഷ്യൽ ക്യാമ്പസ് ഞാൻ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ എന്താ പറയാ, ഇത്രയും നല്ലൊരു ഫെസിലിറ്റീസ് ഇതുപോലെ തന്നെ കാശിപട്ടണ ക്യാമ്പസും ഉണ്ടല്ലേ? അതെ അതെ. ദാറുലുദന്റെ കർണാടകയിൽ 3 സ്ഥാപനങ്ങളുണ്ട് നമുക്ക്. അതില് പിന്നെ ഒന്ന് ഹാങ്കൽ, സിർസി, ദാറുലുദ നേരിട്ട് നടത്തുന്നതാണ്. പിന്നെ കാശിപട്ടണ ദാറുന്നൂർ എഡ്യൂക്കേഷൻ സെന്റർ, അത് തോക്കോസാന്റെ നേതൃത്വത്തിലാണ്, കാളിയാരാണല്ലോ. പിന്നെ തുടങ്ങിയതാണ് അത് 2014. നമ്മൾ 2015 ഓഗസ്റ്റ് മാസം 2015 തുടങ്ങിയതാണ്. ഇപ്പൊ 2025 ഡിസംബർ, ഏകദേശം 11ാമത്തെ വർഷമാണ്. അപ്പോഴേക്കും നമുക്കൊരു 5 ഏക്കർ സ്ഥലം, ഈ കാണുന്ന 2 നല്ല ബിൽഡിങ്, എല്ലാം അതിനേക്കാളെല്ലാം അപ്പുറം എന്താ പറയാ, വളരെ പ്രതീക്ഷയുള്ള ഒരു കൂട്ടം കുട്ടികൾ. ഈ വന്ന വിദ്യാർത്ഥികളൊക്കെ നമ്മൾ പരമാവധി ഇവിടെ നിർത്തുന്നു, അവരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും പിന്നെ സാബി ഒരുപാട് ലോകരാജ്യങ്ങള് ചുറ്റി അല്ലെ, പലതും കണ്ട് എല്ലാം കഴിഞ്ഞ് വീണ്ടും തിരിച്ച് നമ്മളെ നാട്ടിലേക്ക് എത്തുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? അതായത് ഒരു 4-5 വർഷത്തിന് ഉള്ളിൽ സാബി ഒരു അങ്ങോട്ട് കയറിയതായിരുന്നു അല്ലെ, എല്ലാ ലോകരാജ്യങ്ങൾ മുതലെല്ലാം. അങ്ങനെ അനുഭവങ്ങളുടെ വലിയ ലോകം കഴിഞ്ഞ് വീണ്ടും തിരിച്ചൊരു ഹോസ്റ്റലുള്ള സ്ഥാപനത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത്, ഈ ഒരു അനുഭവത്തെ എങ്ങനെയാണ് കാണുന്നത്? മാഷാ അല്ലാ, ഞാൻ അങ്ങനെ കൂടുതൽ അങ്ങനെ ഇന്ററാക്ഷൻ ഒന്നും ചെയ്യാറില്ല കൂടുതൽ. പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ലൊരു ഹാപ്പി ആയി. ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ ഓപ്പൺ ടോക്ക് അല്ല, നിങ്ങള് പ്രതീക്ഷിച്ചില്ല? ഇല്ല, ഞാൻ സത്യത്തില് എനിക്കൊന്ന് വളരെ ജെന്യൂനായി തോന്നി. അതായത് ആ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാം. ഉറുദി പറയുന്നത്, ഹോസ്റ്റലിന് അടി കൊള്ളുന്നത്, ഉപ്പ കാണാൻ വേണ്ടി വരുന്നത്, കഷ്ടപ്പാടുകള്, സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി, പിന്നെ കളിയാക്കലുകള്, അതായത് വളരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു
വീണ്ടും എല്ലാ ഓർമ്മകളിലേക്കും തിരിച്ചു വന്ന പോലെ. അതെ അതെ, ഇവിടെയുള്ള ആ ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോ പണ്ട് ഞാനുണ്ടായിരുന്ന എന്റെ ആ ഒരു കുട്ടിത്തത്തെ ഞാൻ അവരുടെ കണ്ണിലൂടെ കാണാൻ പറ്റി എനിക്ക്. കാരണം നമ്മളിങ്ങനെ ഈ ഒരു ഇതൊക്കെ കടന്നിട്ടാണല്ലോ ഇവിടെ എത്തിയത്. തീർച്ചയായും മാഷാ അല്ലാഹ്, എനിക്ക് മനസ്സിലായത് ഇവിടെയുള്ള ഓരോ കുട്ടികളും നല്ല ഭാഷയിലും അതുപോലെ എല്ലാ രീതിയിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലേക്ക് ഭയങ്കര കഴിവുള്ള ആളുകളല്ലേ. ഒരുപാട് ഞാൻ നിങ്ങളുടെ ഇതിലൊക്കെ കണ്ടിരുന്നു, നിങ്ങളുടെ ഓരോ ട്രോഫി പിടിക്കുന്നതും ദാറുൽ ഹുദയുടെ ഒക്കെ ആ ഒരു സിബാക്കില്. അതെ, തുടർച്ചയായിട്ട് നമ്മൾ തുടങ്ങിയതിനു ശേഷമുള്ള എല്ലാ സിബാക്കിലും അല്ലേ. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്, എനിക്കൊന്നും നിങ്ങളുടെ ഈ ഒരു നേതൃത്വം തന്നെ ആയിരിക്കും. കാരണം വെച്ചാൽ നിങ്ങളുടെ ഒരു കൂട്ടം ഉദവി ഉസ്താദുമാരുടെ ഒരു എന്താ പറയാ അധ്വാനവും സപ്പോർട്ടും ടീം വർക്കാണ്. ടീം വർക്കിന്റെ കൂട്ടത്തിൽ ഒരു നേതൃത്വം. മാഷാ അല്ലാഹ്. അല്ല, നമ്മൾ അവരെ കൂടെ നിൽക്കുന്നു, അവർ അതിനേക്കാൾ ഉത്സാഹത്തോടുകൂടെ പണിയെടുക്കുന്നു, നല്ല റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ കുട്ടികൾക്ക് കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇപ്പം ലോകരാജ്യങ്ങള്, ആ രാജ്യത്ത് പോകുന്നത് എങ്ങനെ, മറ്റിടത്ത് പോകുന്നത് എങ്ങനെ, അമേരിക്കൻ വിസ കിട്ടുന്നത് എങ്ങനെ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അനുഭവങ്ങളായി. എനിക്ക് തോന്നുന്നത് സാബി ഈ ഒരു യാത്രയും ഈ ഒരു അനുഭവങ്ങളൊക്കെ ഒരു പുസ്തക രൂപത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ വലിയൊരു മുതൽക്കൂട്ടാവും. ഇപ്പം നമ്മൾ ഇവിടെ ആണെങ്കിലും നല്ല എഴുതുന്ന കുട്ടികളുണ്ട്, എഴുതാൻ താല്പര്യമുള്ള. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഗതിയാണ് കന്നഡയിൽ ഒരു പുതിയ വായനാ സംസ്കാരം കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് ഒരു 10-ലേറെ പുസ്തകങ്ങളായി. പിന്നെ മാഗസിൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ചിഗുറു, അതുപോലെ നമ്മളെ സോവനീർ, അങ്ങനെ ഒരുപാട് എഴുത്തിന്റെ മേഖലയിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇസ്ലാമോൺ വെബ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ് പോർട്ടൽ ഉണ്ട്, അതിന്റെ കന്നഡ കൈകാര്യം ചെയ്യുന്നുള്ള നമ്മളെ കുട്ടികളാണ്. അപ്പൊ ആ അർത്ഥത്തില് സാബിയുടെ ജീവിതം എഴുതാൻ മാത്രമുള്ള അനുഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ പോയപ്പോ ഞാൻ വിചാരിച്ചാണ് എന്തായാലും അടുത്ത ബുക്ക് ഫെയറിനെങ്കിലും ഒരു പുസ്തകം രചിക്കണം. അതിന് കുറെ പബ്ലിഷേഴ്സ് ഒക്കെ എന്നോട് പറഞ്ഞു എന്തായാലും നമ്മൾ സപ്പോർട്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇൻഷാല്ലാ, എന്തായാലും അത് നല്ലൊരു, നിങ്ങൾ പറഞ്ഞപ്പോ ഒന്നും കൂടി അല്ല, അഥവാ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ 100% നിങ്ങളതിലേക്ക് ഇറങ്ങണമെന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം അതൊരു മുതൽക്കൂട്ടാവും. അതാണ് കാരണം പ്രത്യേകിച്ച് ഈ മതമേഖലയിൽ പഠിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഒരു വലിയ പ്രോത്സാഹനമാവും നിങ്ങളുടെ ജീവിതം. അത് എഴുതി വെക്കുമ്പോ എഴുത്തിലുള്ള ഒരു പവർ വേറെ ഒന്നിലും കിട്ടൂല അല്ലെ. കറക്റ്റ്.